Can you get one more mic? Good morning to everyone. Dear Church Bishop, Honorable Church Fathers, and all my people who are really affected by Waqf Act, my leaders, media friends. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ബിഷപ്പുമാര്, ഇന്ന് ഈ വഖഫുമായുള്ള ദുരിതത്തിൽ പെട്ടുപോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, मैं केंद्र का मंत्री हूं. पहले भी मंत्री थी कृषि और फूड प्रोसेसिंग का. अभी तीसरे टर्म मोदी जी का तीसरे टर्म भी लेबर एंड एम्प्लॉयमेंट एंड एमएसएमई का मंत्री हूं. ഞാനിപ്പോ മന്ത്രിയാണ്. ഇപ്പോ നേരത്തെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയായിരുന്നു. ഇന്നിപ്പോ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഇതുമായിട്ട് MSME ബന്ധപ്പെട്ട മോദി മന്ത്രിസഭയിലെ മൂന്നാം തവണയുള്ള മന്ത്രിയാണ്. फिर भी मैं आपके साथ लड़ाई लड़ने के लिए आई हूँ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഒരു യുദ്ധം നയിക്കുന്നതിന് വന്നിരിക്കുകയാണ്. ഫൈറ്റ് ടുഗദർലി വിത്ത് യു. നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. क्योंकि पूरे देश में बहुत सारे जमीन किसानों का, मठ का, मंदिर का, चर्च का, इन्न राज्यव्यापी लोगों का वक्फ का अंडर आ रही है. लैंड रिकॉर्ड में वक्फ ऐसे आ रही है. ഇന്ന് രാജ്യത്ത് വളരെയധികം ഭൂമി മഠങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അതുപോലെ പള്ളികളുടെയുമായി ബന്ധപ്പെട്ട് ധാരാളമായി ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി ഇന്ന് വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ്. I protested in Bijapura district of Karnataka. I was sitting for 4 days, day and night, last week, protesting against Waqf tribunal. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബിജാപൂരിൽ ഏതാണ്ട് 2 ആഴ്ച തുടർച്ചയായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ്. वक्फ बिल केंद्र सरकार ने लाया लास्ट पार्लियामेंट में. वक्फ बिल के बाद जेपीसी बनाया, जॉइंट पार्लियामेंट्री कमेटी, ऑल पार्टी कमेटी. उसके बाद कर्नाटका में हर एक जिला में, मैं कर्नाटका का देखी हूं, हर एक जिला में नया जमीनों को, किसान का जमीन, मठ का जमीन, मंदिर का जमीनों को नोटिस जा रही है. नया, पहले नहीं था. इट वॉज नॉट बिफोर. नाउ न्यू एक्विजिशन इज कमिंग एंड ऑल्सो इट इज कमिंग इन दी शोन इन दी लैंड रिकॉर्ड. कर्नाटका में एक भूमि ऐसे एक ऐप है, लैंड रिकॉर्ड का ऐप है. उसी में लास्ट ईयर दिखा रहा था फार्मर्स का नाम. Before it was farmers' land and ancestral property. Now it is showing as a Waqf property. In last 6 months. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് പരിഷ്കരണ നിയമം കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ കഴിയുന്നു. ഞാൻ കർണാടകത്തിൽ നിന്ന് വരുന്ന ആളാണ്. കർണാടകത്തിൽ വ്യാപകമായി ഇന്നലെ വരെയും അവിടുത്തെ റെക്കോർഡിക്കലായിട്ട് കർഷകരുടെ പക്കൽ ഉണ്ടായിരുന്ന ഭൂമി ഇപ്പോ വളരെ പെട്ടെന്ന് 6 മാസമായി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോ എല്ലാം തന്നെ വഖഫിന്റെ പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച വ്യാപകമായി കർണാടകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ വരെയും കൃത്യമായ ഒരാളുടെ തണ്ടപ്പേൽ ഉണ്ടായിരുന്ന വസ്തു ഇന്ന് വഖഫ് പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. बंधुआ, हमारा लड़ाई है संविधान बचाओ लड़ाई. वी हैव टू प्रोटेक्ट आवर कॉन्स्टिट्यूशन. क्यों मैं संविधान बचाओ बोलती हूं? फादर, 1950 में डॉक्टर BR अम्बेडकर ने संविधान को
दिया देश के लिए 1950 में, तब वक्फ का नाम भी नहीं था, सोच भी नहीं था। कौन सा संविधान अब बाबा साहेब अंबेडकर ने दिया है हमारे देश के लिए, तब वक्फ वर्ड नहीं था, वक्फ का सोच भी नहीं था। देयर वाज नो थिंकिंग अबाउट वक्फ। 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ ഭരണഘടനയുടെ ഒരു സ്ഥലത്തും ഈ വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല വഖഫ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല എന്ന് 1950 വന്ന ഭരണഘടന പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോണ്ട് ഹാവ് എനി वक़फ़ वर्ड। 1954 में कौन भारत छोड़ के गया पाकिस्तान में और बांग्ला में, उसके लिए सोच आया ये जमीन को कौन कौन छोड़ के गया भारत से, उसका जमीन में वक़फ़ डालना, उसको वक़फ़ को देना, अल्लाह को देना, ऐसा सोच आया पहली बार। 1950 നമുക്ക് വന്നിരിക്കുന്ന ഒറിജിനൽ ഭരണഘടനയിലെ ഒരു സ്ഥലത്തും നമുക്ക് വഖഫിനെ സംബന്ധിച്ച് കാണാൻ കഴിയില്ല. പക്ഷെ 1954 ഈ രാജ്യത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ച് കണക്കെടുക്കുകയും അവരുടെ ഭൂമി വഖഫിന്റേതായി അള്ളാഹുവിന്റേതായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുകയുമായിരുന്നു. 1995 में तब का कांग्रेस सरकार केंद्र में 1954 का वक़फ़ एक्ट को अमेंडमेंट किया. 1995 ആ സമയത്തെ സർക്കാർ 1954 ആ സമയത്തെ വഖഫ് നിയമത്തെ ഭേദഗതി ഉണ്ടായി. 1995 में क्या किया, हमारे लिए बहुत खतरनाक बिल है, वो देश के लिए खतरनाक बिल है. क्या किया, सेक्शन 40 में वो एक्ट में लिखा है, आप पढ़ना चाहिए. इफ ही बिलीव्स दैट, इफ दे बिलीव्स दैट, वो सोच लिया ये वक़फ़ का लैंड है तो वक़फ़ होगा. 1995 നിയമപരിഷ്കാരത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരാള് അയാളുടെ മനസ്സിൽ കരുതുകയാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കരുതിയാൽ മാത്രം മതി അത് വഖഫ് പ്രോപ്പർട്ടിയായി മാറുന്നു എന്നതാണ് ആ നിയമനിർമ്മാണത്തിലെ ഏറ്റവും ഗുരുതരമായ പിഴവ്. सेक्शन 83 में फादर वक़फ़ का ट्रिब्यूनल बनाया सेक्शन 83 के तहत. इसी में क्या है, वक़फ़ 83 में वक़फ़ का ट्रिब्यूनल का बात रखा. 85 में हमारा सिविल कोर्ट, हम लैंड लिटिगेशन के लिए वेर वी गो फॉर लैंड लिटिगेशन, we'll go to Tahsildar first, we'll go to AC first, we'll go to DC court, District Commissioner's Court, we'll go to civil courts like lower court, we'll go to high court and supreme court. हम लड़ते रहेंगे, एक जमीन के लिए कुछ लिटिगेशन है तो हम लड़ते रहेंगे. इतना लड़ने के लिए हमारे लिए ऑप्शन है, तहसीलदार है, एसी है, डीसी है, लोअर कोर्ट है, हाई कोर्ट है, सुप्रीम कोर्ट है. सुप्रीम कोर्ट तक हम जा सकते हैं. बट वक़फ़ आप बिलीव्स दैट, ही बिलीव्स दैट वो वक़फ़ हो गया, उसका केस लड़ना किधर, केवल वक़फ़ ट्रिब्यूनल में. 1995 നിയമത്തിലെ 40 വകുപ്പ് അനുസരിച്ച് വിശ്വാസത്തിന് അടിസ്ഥാനമായി ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് വഖഫിന്റെ ഭൂമിയാകും. അത് മാത്രമല്ല അതിലെ 80 വകുപ്പുകൾക്കനുസരിച്ച് സാധാരണ മനുഷ്യന് ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് താഴത്തെ കോടതി മുതൽ മുകളിലെ കോടതി വരെ പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ നിയമം, ഈ 95 നിയമത്തിന്റെ സെക്ഷൻ 80 അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും മറ്റ് മുകൾ കോടതികളെ സമീപിക്കാൻ കഴിയില്ല. അവർ ഈ കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ മാത്രമാണ് എന്ന ഗുരുതരമായ പിഴവ് കൂടി ഈ നിയമനിർമ്മാണത്തിൽ വരികയുണ്ടായി. वक़फ़ ट्रिब्यूनल में कौन होते हैं, हु इज देयर इन वक़फ़ ट्रिब्यूनल, कोई हिंदू नहीं, कोई क्रिश्चियन नहीं. अभी आप फादर सब लोग इधर बैठे हैं, आपका कोई उसी में स्थान नहीं, जैन नहीं, सिख नहीं, हमारे देश में सब है. माइनॉरिटी है तो केवल एक जनांग नहीं है, माइनॉरिटी है तो इसी में क्रिश्चियन आते हैं, सिख आते हैं, जैन आते हैं, बौद्ध आते हैं, सब आते हैं, कोई नहीं है.
हमारे राज्य में वक्फ ट्रिब्यूनल में केवल एक धर्म का लोग हैं। केस वही डाला, वक्फ भूमि वही बनाया, एंड केस भी वक्फ ट्रिब्यूनल में जाते हैं। हमको न्याय मिल सकता है क्या? हमारा प्रश्न वही है। സാധാരണ നിയമ സംവിധാനത്തിൽ ജാതി മത പരിഗണന കൂടാതെയാണ് അവിടെ നിയമം നിർമ്മിക്കുന്ന ആളുകൾ ഒത്തുചേരുന്നത്. പക്ഷെ ഇവിടെ ഈ ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ പാർസിയോ അല്ലെങ്കിൽ ബൗദ്ധനോ ഏതെങ്കിലും ഒരു മതവിഭാഗമില്ല. ആ ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ആളുകൾ ഏക മതത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ്. ആരാണ് നിയമം അവിടെ ശരിയായി ഏകപക്ഷീയമല്ലാതെ മറ്റെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നോട്ടീസ് വഴി भेजेंगे, सुनवाई भी वही करेंगे. അവിടെ അവർ നോട്ടീസ് അയക്കുന്നു, അവർ തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. कर्नाटक में मैं धरना बैठने के बाद बहुत केस देखा. बहुत लोग मेरे पास आए, मेरे ऑफिस में आए बेंगलुरु में. उन्हें बोला हम 20 साल से लड़ रहे हैं, 25 साल लड़े. वी आर फाइटिंग फॉर 20 years, फाइटिंग फॉर 25 years, बट न्याय नहीं मिला. ഈ ധർണയ്ക്ക് ശേഷം അവിടെ കഴിഞ്ഞ 25 വർഷമായി നീതിക്ക് വേണ്ടി പോരാടുകയാണ്. പക്ഷെ നാളിതുവരെ ആ കാര്യത്തിൽ നീതി ഉണ്ടാക്കാൻ, നീതി ലഭ്യമാക്കാനും സാഹചര്യം ഉണ്ടായിട്ടില്ല. बंधुओं, मैं एक ही बात आपको बोल सकती हूँ. अभी 610 फैमिली को इधर नोटिस मिला है. 4 घर को मैंने गई, बहुत दुख हुआ मुझे. 2 घर में, तीनों घर में बुढ़ी, लाइक ओल्ड एज वुमेन, पेशेंट्स, बोल नहीं सकते. महिला का नाम पे घर था, अभी उसका नाम में नहीं है, उसका नाम का जगह में वक्फ आया है. इसके कारण उसको लोन नहीं मिलेगा, घर को रिपेयर ही नहीं कर सकते, कोई राज्य सरकार और केंद्र सरकार का कुछ फायदा नहीं मिलेगा. अभी तो मोदी जी घर दिया तो घर के लिए पैसा दिया तो नहीं मिलेगा, क्योंकि उसका जगह वक्फ का नाम में है. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത്. 610 വീട്ടുകൾക്കാണ് ഇന്നിപ്പോൾ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 4 വീടുകൾ സന്ദർശിക്കുണ്ടായി. അതീവ ദുഃഖമുണ്ട് എനിക്ക്. അതില് എല്ലാവരും രോഗികളാണ്, വാർദ്ധക്യമുള്ളവരാണ്, വളരെ ദയനീയമായ സാഹചര്യമാണ്. അവർക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇന്ന് ലഭ്യമല്ലാത്ത സാഹചര്യമാണ്. മോദി ഗവൺമെന്റ് അനുവദിക്കുന്ന വീടിനുള്ള ആ ഒരു അവകാശം പോലും പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള നീതി ലഭിക്കാതെ ഇരിക്കുവാനുള്ള കാരണം ഇന്നലെ വരെ നമ്മുടേതാണെന്ന് കരുതിയിരുന്ന ആ ഭൂമി ഇന്ന് വഖഫിന്റെ പ്രോപ്പർട്ടിയായി മാറിയിരിക്കുന്ന ദുരവസ്ഥയാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. They purchased, they are saying that you know better because you are sitting here. They purchased the land. They paid the money. After purchasing, it should be in their name. And 1954 में पहली वक्फ कानून सोच आया. मैंने सरकार को पूछना चाहती हूं, तब का नेताओं को पूछना चाहती हूं, 200 years back these people came here, this monamam. Now 1954 का कानून कैसे लागू होती है, ये मेरा प्रश्न है. कैसे लागू होगा? എനിക്കറിയാം, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവര് പൈസ മുടക്കി ഭൂമി വാങ്ങിച്ചവരാണ്. അപ്പോ 1954 വഖഫ് നിയമം വരുമ്പോ 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പണം മുടക്കി, പൈസ മുടക്കി ജീവിതം കെട്ടിപ്പടുത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നിയമം ബാധിക്കുന്നതെന്ന് അന്ന് ഈ നിർമ്മാണം നടത്തിയ ആളുകൾ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. बंधुओं, में एक ही विचार रखना चाहती हूं. वक्फ का कानून में मैं जेपीसी को बोलने वाली हूं, लिख के देने वाली हूं, मिनिस्ट्री को लिख के देने वाली हूं. फादर, आपका तरफ से भी मैं बोल रही हूं. पहले कानून आया था 1954 में, आजादी का समय का थोड़ा दिन बाद. तब वक्फ का जमीन कितना था? हमारा कोई शिकायत नहीं है इसी में. कोई भारत छोड़ के पाकिस्तान गया, बांग्ला गया, उसका जमीन को अल्लाह को देने के लिए हमारा कोई तकलीफ भी नहीं है, हमारा विरोध भी नहीं है. नंबर 1. नंबर 2, वक्फ बोलता है अल्लाह को दान करना.
वकफ क्या होती है? वकफ बोले तो अल्लाह को दान करो। कोई भगवान को दान करता है, अल्लाह को दान करता है, हमारा कोई दिक्कत ही नहीं है, हमारा कोई समस्या नहीं है इसमें। कोई मुसलमान अल्लाह को दान किया, उसको बच्चे नहीं थे, कुछ समस्या था, अल्लाह को दान किया, ठीक है। 1954 में कितना जमीन था देश में, पाकिस्तान गए हुए। अभी आजादी के बाद कितना लोग अल्लाह के लिए दान किया, उसका जांच होना चाहिए, उसका स्टैटिस्टिक्स होना चाहिए। എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഫാദർമാരോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞാൻ JPCയുടെ മുമ്പാകെ ഈ വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട പരിഷ്കരണത്തെ സംബന്ധിച്ച് നിവേദനങ്ങൾ അല്ലെങ്കിൽ കത്തുകൾ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളും ആ നിലയ്ക്കുള്ള കത്തുകൾ എഴുതേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, 1947 ശേഷം 54 ഏതാണ് അടുത്ത് തന്നെയാണ് വഖഫ് നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം സഹോദരന്മാരുടെ ഭൂമി അല്ലാഹുവിന് പല കാരണങ്ങളാൽ ദാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്കത് ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. പക്ഷേ ഈ 1954 ഉണ്ടായിരുന്ന അന്നത്തെ വഖഫ് ഭൂമി എത്ര ആണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. कोई ने दान किया वो वकफ में आना चाहिए। मगर मैं आपको बोलना चाहती हूं फादर, 1954 में केवल 1000 एकड़ में जमीन था, केवल हजारों, 9000, 10,000 ऐसे एकड़ था। अभी वकफ का पास कितना जमीन है? हाउ मच लैंड दे गॉट नाउ? डिफेंस के बाद, रेलवेज के बाद थर्ड बिगेस्ट लैंड ओनर ऑफ दिस कंट्री इज वकफ बोर्ड। डिफेंस के बाद, रेलवेज के बाद कितना जमीन है? 38 लाख एकर्स अब वकफ के पास जमीन है, 38 लाख एकर्स। പ്രിയപ്പെട്ട ഫാദർമാരും മറ്റുള്ളവരും കേൾക്കണം, വഖഫിന്റെ കയ്യിൽ 1954 ആ സമയത്തുള്ള കണക്കനുസരിച്ച് ഏകദേശം 10,000-ൽ താഴെയുള്ള ഏക്കർ ഭൂമിയായിരുന്നു. ഇന്നിപ്പോ ഡിഫൻസും റെയിൽവേയും കഴിഞ്ഞാൽ 34 ലക്ഷം ഏക്കർ ഭൂമിയോടുകൂടി, ഈ 38 ലക്ഷം ഏക്കർ ഭൂമിയോടുകൂടി രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോഡായി ഭൂ ഉടമയായി വഖഫ് മാറിയത് എങ്ങനെയാണ്? फ्रॉम वेयर इट कम? हमारा प्रश्न है 38 लाख एकर्स ऑफ लैंड, फ्रॉम वेयर यू गॉट? സംശയം ഇതാണ്, എവിടുന്നാണ് ഈ 38 ലക്ഷം ഭൂമി വന്നത്? चालुक्य ने दान दिया किसी मंदिर को, वैसल ने दान दिया किसी मंदिर को, कहीं महाराजा ने दान दिया किसी मंदिर, मठ और चर्च और मस्जिद को। हमारे स्टेट में कित्तूर रानी चेन्नम्मा, वो ब्रिटिशर्स का खिलाफ लड़ी थी, कित्तूर रानी चेन्नम्मा, वो लैंड दिया लिंगायत मठ को। हजारों पुराना मंदिर, हजारों साल पुराना मठ वकफ कैसे हो गया? ഇന്നിപ്പോ നിരവധിയായ മഠങ്ങള് ചാലൂക്യന്മാരുടെ കാലത്ത് തുടങ്ങി. ഇന്നിപ്പോ കർണാടകത്തിലെ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതാണ്. അവിടെ നിരവധിയായ ഏക്കർ കണക്കിന് ഭൂമി പിന്നീട് ദാനം ചെയ്തു. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മഠങ്ങളുടെയും മറ്റുമായി വന്നു ചേർന്നു. അതെല്ലാം ഇന്ന് എങ്ങനെയാണ് വഖഫിന്റെ ഭൂമിയായി മാറിയത്? We can't understand this. इसके एक ही उदाहरण है, हमारा स्टेट में एक मंत्री है, मुझे पता नहीं है केरल में वकफ सचिव कौन है, बट केरल का सब मंत्री लोग बोल रहे हैं हम वकफ को आगे बढ़ाएंगे, जमीन छीन लेंगे. ഇതിനൊരു കാരണമാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ ഇപ്പോ ഒരു വഖഫ് മന്ത്രിയുണ്ട്. അവരുടെ എല്ലാം പ്രസ്താവന ഇതെല്ലാം തന്നെ വഖഫിന്റെ പരിധിയിലുള്ളതെല്ലാം തന്നെ വഖഫിന് തിരിച്ചു കൊടുക്കുമെന്നാണ്. അതല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് അവരുടെ പ്രസ്താവന. सरकार में, केरल सरकार में ऐसा एक डिसीजन लिया, वक्फ का लैंड को देना है, वक्फ का एक्ट के तहत हम जमीन को उसको किधर पूछते उधर देना, दे दो. വഖഫ് മന്ത്രി, കേരളത്തിലെ
വഖഫിന്റെ തീരുമാനം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ എവിടെയാണോ വഖഫിനെ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത് അവർക്ക് പൂർണ്ണമായി അത് വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഇന്ന് കേരളത്തിലെ ആ മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. अन्ना मंत्रिसभा नहीं, विधानसभा का अंदर सेक्रेटेरिएट में उसका क्या बोलते हैं, विधानसभा सेक्रेटेरिएट उसी में बोला है हम वक़फ़ का साथ है. लाइक अभी इधर दे एक्वायर्ड 610 एकर्स आप सब का जगह में आने वाले हैं, हम सब का जगह में आने वाले हैं. ഇന്നിപ്പോ ആ സെക്രട്ടേറിയറ്റിനകത്തുള്ള തീരുമാനം 610 കുടുംബങ്ങളെയാണ് ബാധിക്കുന്നെങ്കിൽ നാളെ നമ്മുടെ അടുത്തേക്കെല്ലാം ഈ ഒരു ഭീകരത വരാൻ പോവുകയാണ്. मैंने आपको एक विचार रखना चाहती हूँ, कई लोग इसको विरोध भी करेंगे, मुझे पता नहीं, मेरा विचार बहुत स्पष्ट है. हम लव जिहाद सुना था, कर्नाटक में बहुत हलचल किया. लव जिहाद, हमारे बेटी को लेके जाओ, वो क्रिश्चियन हो हिंदू हो, लेके जाओ, कन्वर्शन बनाओ, लव जिहाद बनाओ एंड उसको कन्वर्शन करो एंड रास्ता में छोड़ दो, बच्चे करो रास्ता में छोड़ दो, ये लव जिहाद है. हम सुने हैं, अभी फिल्म भी देखे हैं. ഒരുപക്ഷെ എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം. കർണാടകത്തെ സംബന്ധിച്ച് ഇത് അഭിമുഖീകരിച്ചാണ്. നമുക്കറിയാം, പ്രേമം നടിച്ചുകൊണ്ട് ലവ് ജിഹാദും പെടുത്തി അതിനെ ആ പെൺകുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ് ലവ് ജിഹാദ്. അത് കർണാടകത്തിൽ നേരിട്ടതാണ്. Not only Karnataka, everywhere in the country. लव जिहाद जैसे ही ये साजिश है लैंड जिहाद का. 100% ये लोग लैंड जिहाद कर रहे हैं, हमारा जगह को छीन रहे हैं, हिंदू का जमीन को छीन रहे हैं, क्रिश्चियन का जमीन को छीन रहे हैं. एक लैंड टेररिज्म देश में चल रही है. ഇത് ലവ് ജിഹാദ് കർണാടകത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും രാജ്യവ്യാപകമായിട്ടുണ്ട്. ഇന്ന് അതേ രീതിയിൽ ലാൻഡ് ജിഹാദാണ് നടക്കുന്നത്. വഖഫിന്റെ പേരിൽ സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുന്ന വ്യാപകമായ ഒരു ലാൻഡ് ജിഹാദ് തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. नहीं तो 38 लाख जमीन नहीं होना था. अभी मेरा राज्य में एक मंत्री है जमीर अहमद खान, अभी तक का जमीन छीन लिया. नया नोटिस जा रहे हैं, हर जिला में वो जाता है, वक्फ अदालत करता है. वक्फ अदालत एक्ट में नहीं है, वक्फ अदालत करवाता है, डीसी को धमकी देता है, उधर एसी को धमकी देता है एंड नया नोटिस फार्मर्स को, किसानों को भेज रही है. ऐसा एक मथान सचिव आया तो हर स्टेट में वैसे ही होगा एंड केवल अपीसमेंट पॉलिटिक्स के लिए. मैं पॉलिटिशियन हूं, क्या चाहिए, वोट चाहिए, अपीसमेंट करना चाहिए. आप किधर हो, ये महिला को ना आज मैंने देखी, कौन देखा है, केरल का कौन मंत्री, कौन सांसद, कौन एमएलए उसको देखे हैं. ये तो ऑक्सीजन के साथ है एक महिला इधर. एक को पैरालिसिस हुआ है, बोलने को नहीं आते हैं, उसको प्रोटेक्शन कौन देगा. मंत्री नहीं आया, उसको सुनवाई नहीं किया, एमपी नहीं आया, उसको सुनवाई नहीं किया. यानी इधर का एमपी जेपीसी को लिखते हैं ये बिल को वापस लेना चाहिए, बिल को हम विरोध करेंगे. क्यों विरोध करना भाई, ऐसा गरीब लोगों को आज नोटिस मिल रही है. आप प्रोटेक्शन, आपको कौन वोट दिया, आप प्रोटेक्शन नहीं करते. मैं पॉलिटिक्स की बात नहीं कर रही हूं, मुझे दर्द होगा वो महिला का रोने देख के, मुझे रियली दर्द हुआ. इसके कारण मैंने आज आपको बोलने के आई हूं. आपके साथ हम हैं, आपके साथ हम जरूर रहेंगे, क्योंकि ऐसा अन्याय होना हम नहीं देंगे, वही हमारा इरादा है. इसके लिए आपका ध्वनि, वो महिला का ध्वनि दिल्ली तक नहीं पहुंच सकती है, पेशेंट है, बुढ़ी है, उसका ध्वनि दिल्ली तक, जेपीसी तक नहीं पहुंच सकती है. आपका ध्वनि को, आपका वॉइस को दिल्ली तक पहुंचाने के लिए मैं आई हूं. कोई पॉलिटिक्स नहीं है इसी में.
मैं इधर चुनाव लड़ने वाली नहीं हूं, बट आपका वॉइस को उधर तक पहुंचाना है। इधर का दर्द क्या है? पॉलिटिक्स करेंगे हम, चुनाव के समय पॉलिटिक्स करेंगे, पार्टी करेंगे, बीजेपी करेंगे, कांग्रेस करेंगे, एलडीएफ करेंगे, यूडीएफ करेंगे, सब पार्टी चुनाव में करेंगे। अभी नहीं, अभी हम लोगों के लिए लड़ना है। फादर क्यों इधर बैठे हैं? उसका क्या पॉलिटिक्स है? गरीब लोगों का जमीन गया है, इसके लिए बैठे हैं। इसी में जाति नहीं, इसी में धर्म नहीं, इसी में पॉलिटिक्स नहीं। मैं आपको विनती करती हूं, हम लड़ना चाहिए, आगे बढ़ना चाहिए, जरूर हम लड़ेंगे। मैं जेपीसी का सामने ये बात रखने वाली हूं, हम केवल ट्रिब्यूनल को डिपेंड नहीं करना, सिविल कोर्ट जाने का हमको हक मिलना चाहिए, नंबर 1। नंबर 2, क्या कानून हम लाते हैं वो रिट्रेस्पेक्टिव होना, तभी ये लोगों को न्याय मिलेगा। इधर का लोगों को कब न्याय मिलेगा? इसका जमीन छीन लिया है 2019 में, 2019 में लिया है, 2020 में कहीं का लिया है, 2022 का लिया है। रिट्रोस्पेक्टिव किया तो उसको न्याय मिलेगा। नंबर 3, ये जमीन का पीछे कई लोग क्यों पीछे हैं? केवल जमीन माफिया के लिए, लैंड माफिया चल रहे हैं देश में। वक्फ का नाम पे जमीन ले लो, रियल एस्टेट बना दो। ऐसे मेरे स्टेट में एक रिपोर्ट बनाया, 29,000 एकर्स आर ग्रैब्ड बाय मुस्लिम लीडर्स। रियल एस्टेट किया, बड़ा बड़ा बिल्डिंग बनाया, कोई वक्फ का कोई लेना देना नहीं है, अल्लाह के साथ कुछ लेना देना नहीं है, अल्लाह को नहीं दिया। ये अल्लाह का नाम पे ये बड़े लोग ने रियल एस्टेट किया। इसको हम खत्म करना चाहिए, उसको खत्म करना चाहिए। इसके लिए हम लड़ेंगे, देश के लिए हम लड़ेंगे, हमारे गरीब लोगों के लिए लड़ेंगे। इसके लिए फादर के साथ मैं भी आपके साथ बैठने के लिए आई हूं। बहुत लोगों का दुख सुनी हूं मैंने। अभी कोई फादर, कोई लोग बात किया तो उसको भी मैं सुनने के लिए तैयार हूं। अभी भी मैं आधा घंटा इधर ही बैठूंगी एंड आपका बात को सुनूंगी, एंड आपका बात आप क्या बोलते हैं उसको जरूर हम मोदी तक पहुंचाएंगे, हमारा कमेटी तक पहुंचाएंगे, मिनिस्टर तक पहुंचाएंगे, एंड बिल में लाने के लिए हम जरूर कोशिश करेंगे। बहुत बहुत धन्यवाद, बहुत बहुत धन्यवाद। ഇത് ലാൻഡ് ജിഹാദ് അല്ലാതെ മറ്റെന്താണ്? അങ്ങനെയാണെങ്കിൽ 10,000 ഏക്കർ ഭൂമി എങ്ങനെയാണ് 38 ലക്ഷം ഭൂമിയായി മാറിത്തീർന്നത്? ഇത് പൂർണ്ണമായും ലാൻഡ് ജിഹാദ് തന്നെയാണ്. കർണാടകയിൽ വ്യാപകമായി നമുക്ക് കാണാൻ കഴിയും. അടുത്ത കാലത്തായി ഓരോരോ കർഷകർക്കായി നോട്ടീസ് അയക്കുകയാണ്. പുതിയ പുതിയ വക്കഫിന്റെ അവകാശവാദങ്ങൾ കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് പുതിയ പുതിയ ഭൂമിയുടെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോ 610ഓളം ആളുകൾക്ക് 2019 ഇവിടെ നോട്ടീസ് കൊടുത്തു. ഞാൻ വളരെ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമല്ല, ഇവിടെ മതമില്ല, ഇവിടെ ജാതിയില്ല. ഞാൻ പോയി 3 വീടുകളിൽ പോയപ്പോ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് ഇരിക്കുന്ന, പാരാലിസിസ് ആയി കിടക്കുന്ന സ്ത്രീകളുടെ വേദന കണ്ട് എന്റെ ഹൃദയം നുറങ്ങുകയാണ്. വാസ്തവത്തില് ഇത് പരിപൂർണമായി സർക്കാരിന്റെ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വഖഫ് നിയമത്തിൽ ഇല്ലാത്തവണ്ണം കർണാടകത്തിൽ വ്യാപകമായി ഇന്ന് അദാലത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എവിടെയാണ് അദാലത്ത് നടത്താനുള്ള അവകാശമുള്ളത്? സാധാരണ ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ കോടതികളിൽ സമീപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാർക്കും ഇവിടെ ചേർന്നിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും ഉറപ്പ് നൽകുകയാണ്. ജെപിസിയുടെ മുമ്പാകെ കൃത്യമായി ഈ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദുരവസ്ഥ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥ അവകാശികൾക്ക് ഭൂമി ലഭ്യമാക്കുന്ന രീതിയിൽ പൂർവ്വകാല അല്ലെങ്കിൽ മുൻകാല അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം പരിഷ്കരിക്കണമെന്ന് പൂർണ്ണമായി അവരോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളിൽ ഒരാളെ പോലും ഇവിടുന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകും അരമണിക്കൂർ സമയം നിങ്ങൾ പിതാക്കന്മാരോടടക്കം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാം. എല്ലാ വിഷയങ്ങളും ജെപിസിയുടെ മുമ്പാകെ ഉന്നയിക്കുന്നതാണ്. അല്ലാതെ ഒരു ദിവസം നിരപരാധികളായ വേദന അനുഭവിക്കുന്നവർ സ്വന്തം ഭൂമിയിൽ കുടിയിറക്കാൻ
ഒരു കാരണവശാലും അനുവദിക്കില്ല. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഇവിടെ പ്രശ്നമല്ല. ഈ പറയുന്നതൊക്കെ സാധാരണക്കാരുടെ വേദന പരിഹരിക്കാൻ വഖഫിന്റെ കിരാത നിയമങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന് പരിപൂർണ പിന്തുണ ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും.